വീണ വായിച്ച ഒരു നീറോ ചക്രവർത്തിയെക്കുറിച്ച് മലയാളികളെല്ലാവരും കേട്ടറിവുണ്ട് മലയാളികൾക്ക്. പക്ഷെ അങ്ങനെ ഒരു നീറോ ചക്രവർത്തിയെ നേരിട്ട് കാണാനുള്ള സാഹചര്യം മലയാളികൾക്ക് ഇതുവരെ ഉണ്ടായില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങൾ വേനൽ ചൂടിൽ പാടത്തും പറമ്പത്തും ഒക്കെ വീണ് മരിക്കുമ്പോൾ പിണറായി വിജയൻ മക്കളെയും കൊച്ചുമക്കളെയും മകനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ കൂട്ടി ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും പോയിരിക്കുകയാണ്. പിണറായി വിജയന് മാത്രമേ അത്തരം ഒരു യാത്ര സംഘടിപ്പിക്കാൻ സാധിക്കൂ. അതാണ് പിണറായി. കുടുംബത്തോടുള്ള യാത്ര മാത്രമല്ല. ഞാൻ ചോദിക്കുന്നു, ഈ മനുഷ്യന് തലക്കകത്ത് വെളിയില്ലേ? ഒരു മുഖ്യമന്ത്രിയാണ് പോകുന്നത്. ചാർജ് കൊടുത്തോ? ആർക്കെങ്കിലും ഒരു ചാർജ് കൊടുത്തോ? ഇവിടെ ഒരു എമർജൻസി വിഷയം വന്നു, ഹൂ വിൽ റിയാക്ട്, ഹൂ വിൽ റെസ്പോണ്ട്? പറയട്ടെ. ഇത് ആലയം പശുക്കൾ ഇറങ്ങിപ്പോ പോലെ പോവുകയാണോ മുഖ്യമന്ത്രി? അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി? സർക്കാരിന്റെ പൈസയാണോ? സ്പോൺസർഷിപ്പാണോ? എങ്ങനെയാ പോയി തോന്നിരിക്കുന്നത്? ഒന്നും ആർക്കും അറിയില്ല. എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നത്? എനിക്കറിയാൻ ചോദിക്കുക. എല്ലാവരുടെയും വ്യക്തമാക്കി നമ്മൾ പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറയും, ജനങ്ങളോട് പറഞ്ഞു. എത്ര അന്തസ്സിൽ അദ്ദേഹത്തിന് പോകാം? എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത്? സ്റ്റേറ്റിന്റെ തലവൻ അദ്ദേഹം ഒരു നിയമലംഘനങ്ങളോ ചട്ടലംഘനങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. എല്ലാം വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ. എനിക്ക് യഥാർത്ഥം നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അദ്ദേഹം ഒരു കടുകിടും നിയമങ്ങളും ചട്ടങ്ങളും തെറ്റിപ്പോകില്ല. അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല. അദ്ദേഹം പോകുമ്പോൾ അത് നിയമങ്ങളും ചട്ടങ്ങളും പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോയിട്ടുള്ളത്. പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇങ്ങനെ പോകുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണ് എന്ന് ചണ്ടിക്കൊണ്ടി പാടണോ? വേണ്ടല്ലോ. അദ്ദേഹം തീരുമാനിക്കുന്നു, പാർട്ടി തീരുമാനിക്കുന്നു, ഗവൺമെന്റ് തീരുമാനിക്കുന്നു, കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്നു, അദ്ദേഹം പോകുന്നു. നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയും കുടുംബവും 16 ദിവസത്തെ സ്വകാര്യ സന്ദർശനത്തിന് പോയത് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് പ്രതിപക്ഷം. കേന്ദ്രം അനുമതി കൊടുത്തെങ്കിലും ആരാണ് ചെലവ് വഹിക്കുന്നതെന്നും സ്പോൺസർ ആരാണെന്നും ചോദിക്കുന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഇത്രയും ദിവസത്തെ ചെലവ് സർക്കാർ ഖജനാവിൽ നിന്നല്ലെങ്കിൽ സ്പോൺസർ ആരെന്ന് പറയണമെന്ന് കോൺഗ്രസും. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടും മറ്റ് സംസ്ഥാനങ്ങളിൽ CPMന്റെ മത്സരം ബാക്കി നിൽക്കുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ രാജ്യത്തെ ഏക കനലായ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പറന്നത് ചോദ്യം ചെയ്യുന്നവരുമുണ്ട്. എല്ലാത്തിനും പുറമെ ആർക്കും ചുമതല നൽകാതെ പോകുന്നതും സന്ദർശന വിവരങ്ങൾ രഹസ്യമാക്കിയതും എന്തിനെന്ന ചോദ്യവുമുണ്ട്. എല്ലാത്തിനും മറുപടി പാർട്ടിക്കായി നൽകുന്നത് EP ജയരാജൻ. ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ പോകുന്നു, ആർക്കെന്ത് ഛേദം എന്ന മട്ടിലുള്ള EP-യുടെ മറുപടി മതിയോ സ്വകാര്യ സന്ദർശനത്തിലെ വിവാദം തീർക്കാൻ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, LDF പ്രതിനിധി ശ്രീ ആയൂർ ബിജു, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ MK ഹരിദാസ്, വലത് നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ MK ഹരിദാസ്, ഇതിനകത്ത് ഇപ്പോൾ EP ജയരാജനാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകിയത്. അതിൽ അദ്ദേഹം അവസാന സെന്റൻസിൽ പറയുന്നത് സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി തീരുമാനിച്ചു, പാർട്ടി അനുമതി നൽകി, സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു, കേന്ദ്രം അനുമതി നൽകി, വിദേശ സന്ദർശനത്തിന് പോകുന്നു. അതിൽ മറ്റെന്ത് കുഴപ്പമാണ് ഉള്ളത് എന്ന ചോദ്യമാണ്. വേറെ ആരെ അറിയിക്കാനാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ജനങ്ങൾ അറിയേണ്ടേ ഈ കാര്യങ്ങൾ? ധാർഷ്ട്യത്തിന്റെ പേരിലാണ് മുഖ്യമന്ത്രി ഈ വിവരം വളരെ രഹസ്യമാക്കി വെച്ച് ഇന്നലെ സ്ഥലം വിട്ടതെങ്കിൽ മറ്റൊരു വിവരക്കേടിന്റെ പേരിൽ സദാസമയവും സംസാരിക്കുന്ന EP ജയരാജന്റെ വാക്കുകളെ നമ്മൾ ഈ ചർച്ചയിൽ വെറുതെ ഉദ്ധരിച്ചിട്ട് സമയം കളയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അങ്ങനെയൊക്കെ തന്നെയല്ലേ പറയുകയുള്ളൂ മഞ്ജുഷെ.
മുഖ്യമന്ത്രി പോയതിൽ എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി പോയ സമയത്തെയാണ് നമ്മൾ കാണേണ്ടത്. കേരളം അങ്ങേയറ്റം നമ്മൾ പറയില്ലേ വരൾച്ച, ഇത്തരത്തിലുള്ളൊരു വരൾച്ച കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കുടിവെള്ളം കിട്ടാത്ത ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം കൃത്യമായിട്ട് കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. പക്ഷെ അത് ആ ലക്ഷം ഇരട്ടി ലക്ഷങ്ങളായിട്ട് മാറി. കാരണം കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റികളോ പഞ്ചായത്തുകളോ അവരുടെ കുടിവെള്ള വിതരണം 2 ദിവസത്തിലൊരിക്കൽ 3 ദിവസത്തിലൊരിക്കൽ ആക്കിയിട്ടുള്ള ഒരു സാഹചര്യം. വൈദ്യുതി ഓഫീസുകൾ ജനങ്ങൾ കയ്യേറിയിട്ട് വൈദ്യുതി ഓഫീസിലെ ഫീസ് ഊരിയിട്ടുള്ള ചരിത്രം ഈ 1957 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാവാത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ വൈദ്യുതി പ്രതിസന്ധി, കുടിവെള്ളം കിട്ടാനില്ല, പച്ചക്കറി വില, ഈ നമ്മുടെ വരൾച്ചയ്ക്ക് അനുപാതികമായിട്ടുള്ള പച്ചക്കറിയുടെ വില ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. മറ്റേ മാവേലി സ്റ്റോറുകളിൽ, സപ്ലൈകോ സ്റ്റോറുകളിൽ 13 സബ്സിഡി ഐറ്റങ്ങൾ വെറും കാഴ്ച വസ്തുവായിട്ട് മാറിയിട്ട് കുറെ കാലമായി. അതിന്റെ തുടർച്ച. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ വറുതിയിലും അങ്ങേയറ്റം ബുദ്ധിമുട്ടിലും ഇരിക്കുന്ന ഒരു സമയത്ത് ഇദ്ദേഹത്തിന് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കാനും പോകാനും എങ്ങനെ കഴിഞ്ഞു, അതും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അത് വളരെ ലഘൂകരിച്ചുകൊണ്ട് ഇ.പി. ജയരാജനെ പോലുള്ളവരും കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ, അതായത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല, എന്തൊരു വിഡ്ഢിത്തം നിറഞ്ഞ ക്യാപ്ഷനാണെന്ന് മഞ്ജുഷ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. കേവലം 540 സീറ്റുള്ള ലോകസഭയിലേക്ക് മത്സരിക്കുന്നത് കേവലം 70 സീറ്റില്. ആ 70 സീറ്റിൽ മത്സരിക്കുന്നവർ പറയണേ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും 2 വിഡ്ഢിത്തങ്ങളിൽ ഒന്നാണെന്ന് മനസ്സിലായത്. ഇടതുപക്ഷം വരും എല്ലാം ശരിയാവുമെന്നുള്ളത് മനസ്സിലാക്കാൻ 2 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പമ്പര വിഡ്ഢിത്തത്തെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സ്ഥലത്ത് ഒരാൾ വിലപിക്കുകയാണ് 11 സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുമ്പോൾ അത് ശരിവെക്കുകയാണെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ ഏക മുഖ്യമന്ത്രിയാണല്ലോ കേരളം ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം മറ്റൊരിടത്തും വേണ്ടേ എന്ന ചോദ്യമല്ലേ താങ്കൾ ഉന്നയിക്കാൻ ഉദ്ദേശിച്ചത്? കാരണം ഇനിയും തെരഞ്ഞെടുപ്പ് ബാക്കിയാണ്. ഇന്ത്യ സഖ്യം മത്സരിക്കുന്നു, CPM പോലും മത്സരിക്കുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ തണലിൽ. അപ്പോൾ അവിടെ ഈ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം വേണ്ടേ എന്നല്ലേ താങ്കൾ ചോദിച്ചു വരുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഇരട്ടപ്പേര് വിളിച്ചിട്ട് എന്നെ കൊണ്ട് കളിയാക്കാനുള്ള അവസരം സൃഷ്ടിക്കരുതെന്ന് ഒരു 5ാം ക്ലാസ്സിലെ കുട്ടി പറയാത്തൊരു ഡയലോഗാണ് ഇദ്ദേഹം ഒരു 2 ആഴ്ച മുമ്പ് പറഞ്ഞത് ഈ മുഖ്യമന്ത്രി. ആ രാഹുൽ ഗാന്ധി, ഇരട്ടപ്പേരുള്ള രാഹുൽ ഗാന്ധി ഇന്ന് ബംഗാളില് ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കേണ്ട ഒരു അവസ്ഥ വരിക പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ധാർമ്മികമായിട്ടുള്ള അപച്യുതി ഉണ്ടോ മഞ്ജുഷേ? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് മാതിരിയാണ് ഒരു 78കാരൻ ഒരു നാളെ ഒരു ഭാഗ്യമുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തും കാണിക്കാനുള്ള ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടു. ഇപ്പൊ ഈ സംഭവത്തിലൂടെ അതിനെ അടിവരയിട്ടിട്ട് പറയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മുഴുമിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ വരൾച്ച, വിലക്കയറ്റം, ഇലക്ട്രിസിറ്റി പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോ കഴിഞ്ഞ ഇപ്പൊ ഇതിനെ പറ്റിയിട്ട് ഞാനിന്നൊരു ഇടതുപക്ഷ വളരെ എനിക്ക് പ്രാദേശികമായിട്ട് അറിയുന്ന ഒരു ഇടതുപക്ഷ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് ചോദിച്ചത് എന്താണെന്നറിയോ? ഈ കഴിഞ്ഞ 8 വർഷവും ഇവിടുത്തെ സ്ഥിതിയൊക്കെ ഇത് തന്നെയല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതായത് അത്തരക്കാരും ഉണ്ട് ഇടതുപക്ഷത്തിലെ എന്നുള്ളൊരു ബോധം ഈ മുഖ്യമന്ത്രിക്ക് വേണമായിരുന്നു. ഈ പോക്കിനെ അങ്ങേയറ്റം വിമർശിക്കപ്പെടും. ഈ പോക്കുകൊണ്ട് ഒരു കാര്യം മഞ്ജുഷ മനസ്സിലാക്കുക, കേരളം കഴിഞ്ഞ 8 വർഷം ഭരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം നമുക്ക് തെളിയിച്ചു തരാൻ പോവുകയാണ് ഈ 19 ദിവസത്തെ യാത്ര കൊണ്ട്. CM രവീന്ദ്രനും ശശിയും ഒക്കെ അടങ്ങുന്ന ഒരു ലോബിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം സത്യസന്ധമായിട്ടുള്ള, അതായത് പ്രതിപക്ഷങ്ങൾ പറയുന്ന ആ ഒരു കാര്യം അങ്ങേയറ്റം സത്യസന്ധതയുള്ളൊരു കാര്യമാണെന്ന് സാധാരണക്കാരായ ആർക്കും ചുമതല നൽകാതെ പോവുകയാണ്. അപ്പോൾ കേരളം ഭരിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം. പിന്നെ 19 ദിവസമല്ല 16 ദിവസം എന്നാണ്. ഇതെല്ലാം ആരും ഔദ്യോഗികമായിട്ട് അറിയിച്ച വിവരമല്ല, അത് ചികഞ്ഞെടുത്ത വിവരമാണ്. ഇത് ഔദ്യോഗികമായിട്ട് ആരെയും അറിയിച്ചല്ല മുഖ്യമന്ത്രി വിദേശത്തേക്ക് പറഞ്ഞത്. ശ്രീ ഷാബു പ്രസാദ്, ഒരു ചോദ്യം കൂടിയുണ്ട്. കേന്ദ്രം അനുമതി കൊടുത്തു, പിന്നെ എന്താണ് പ്രശ്നം എന്നത്? അല്ല, ഇത് ഇങ്ങനെയുള്ള യാത്രകൾക്ക് മുഖ്യമന്ത്രി അതുപോലെ മന്ത്രിമാർ അങ്ങനെയുള്ളവരുടെ യാത്രകൾക്ക്, സ്വകാര്യ യാത്രകൾക്ക് അവരുടെ ഒരു സ്ഥാനത്തിന്റെ പ്രിവിലേജ് അനുസരിച്ച് അനുമതി കൊടുക്കാവുന്നതാണ്, കൊടുക്കേണ്ട. അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ കേരളത്തിലെ, ഈ മൂലയ്ക്ക് കിടക്കുന്ന കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി 10 ദിവസം സിംഗപ്പൂർ പോകുന്നു, അല്ലെ ദുബായ് പോകുന്നു, ഇതൊക്കെ ചീള് കേസാണ്. ഇതൊന്നും ഇതിന്റെ പുറകെ പോയി ഇനി ആ അനുമതി നിഷേധിച്ച് ഇതിനൊന്നും അവർക്ക് താല്പര്യമില്ല, സമയമില്ല, ഇനി എവിടെങ്കിലും പോകും എന്നുള്ളൊരു നിലപാടാണ്. പക്ഷേ കേന്ദ്ര സഹമന്ത്രി തന്നെയാണ് വന്ന് പറയുന്നത് ഇത് സ്പോൺസർഷിപ്പ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം. മറ്റൊരു കാര്യം, ഇനി ഇതിന്റെ അകത്തൊരു രാഷ്ട്രീയം കൂടിയുണ്ട്.
അങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നിഷേധിച്ചാൽ ഇപ്പം മഞ്ജുഷിന് ഇതുപോലൊരു ചർച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിന് അനുമതി നിഷേധിച്ചു എന്നായിരിക്കും. അപ്പോൾ ചർച്ച എന്തിന് ഈ അനുമതി നിഷേധിച്ചു എന്നുള്ളതാണ്. അപ്പോ ഈ സർക്കാരിന്റെ ഈ പാർട്ടിയുടെ ഈ തോന്നിവാസത്തിനെ പറ്റി ഈ കൊള്ളരുതായ്മകളെ പറ്റിയൊക്കെ കേരളം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര അനുമതി കൊടുക്കുക തന്നെ വേണം. അതുകൊണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി അതിൻ്റെ അകത്തുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അത് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പൊ ഇ പി ജയരാജന്റെ മറുപടി ഇപ്പൊ ഇവിടെ ഇരുന്ന് ശ്രീ എം കെ ഹരിദാസ് വളരെ ധാർമ്മിക രോഷം എന്താണ് സാർ, അതൊരു കെണിയാണോ എന്ന് എന്നും വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, അങ്ങനെ വേണമെങ്കിലും വിശ്വസിക്കാം. ഇനി അതവിടെ നിൽക്കട്ടെ. അദ്ദേഹം ശ്രീ എം കെ ഹരിദാസ് ഇവിടെ പറഞ്ഞേ അദ്ദേഹം ഇങ്ങനെ ഇവിടെ ധാർമ്മിക രോഷം കൊള്ളുന്നുണ്ട്. ഇവിടെ കേൾക്കുന്നവരിപ്പം എല്ലാവരും ഇതിൻ്റെ അകത്ത് എന്ത് ധാർമ്മികതയുള്ളത്? ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ നിയമവ്യവസ്ഥയിലോ നമ്മുടെ ഭരണഘടനയിലോ അല്ലെങ്കിൽ കോടതിയിൽ ഒരു കാര്യം എഴുതുമ്പോഴോ ധാർമ്മികത എന്നൊരു വിഷയം അവിടെ ഇല്ല. അവിടെ എഴുതി വെച്ച നിയമങ്ങളും പ്രോട്ടോക്കോളുകളും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചോദ്യങ്ങളും ഈ വിവാദങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് പാർട്ടിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അത് ധാർമ്മികത എന്നുള്ള വിഷയം ഇല്ല എന്ന് പറയരുത്. മുഖ്യമന്ത്രിയാണ്, ജനങ്ങളുടെ മുന്നിലാണ് മറുപടി പറയേണ്ടത്. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി തെറ്റില്ല, കാരണം ചട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അനുമതിയും കൊടുത്തത്. പക്ഷേ ധാർമ്മികത ഉണ്ടെങ്കിൽ, ജനങ്ങളോട് ബാധ്യതയുണ്ടെങ്കിൽ ഇത് ചെയ്തുകൂടാ. അവിടെ നിൽക്കട്ടു. ഞാൻ പറയാം, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പം ഇത് പാർട്ടിയും സർക്കാരും ഇവരൊക്കെ ഈ ചോദ്യങ്ങളും ഈ ചർച്ചകളും എല്ലാം പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ യാന്ത്രികമായിട്ടുള്ള മറുപടികളും അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ മറുപടി അങ്ങോട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ കാര്യം, എന്റെ പൊന്നും മഞ്ജുഷ, ഇവിടുത്തെ ജനങ്ങളെ അവർ അത്ര കണക്കാക്കിയിട്ടുള്ളൂ. ഈ കേരളത്തിലെ ജനം എന്ന് പറഞ്ഞാൽ വെറും കഴുതകളാണ്. തങ്ങൾ പറയുന്ന ഇപ്പൊ കഴിഞ്ഞ ദിവസം മഞ്ജുഷ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ നിയമസഭാ സാമാജികരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ശമ്പളം കൂട്ടാൻ പോകുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ എനിക്ക് തോന്നുന്നു വിന്റർ സെഷനിൽ മറ്റുമാണെന്ന് തോന്നുന്നു, അത് പാസ്സാക്കാൻ ഇരുന്നതാണ്. അപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ വരുന്നു, ജനരോഷം ഭയന്ന് അത് മാറ്റിവെച്ചു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരാനുള്ളത് അടുത്ത വർഷം അവസാനമാണ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അപ്പോഴേക്ക് നമ്മുടെ ജനം ഇതങ്ങ് മറന്നുകൊള്ളും എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അത് പാസ്സാക്കാൻ പോകും. ഇതാണ് നമ്മുടെ കേരളത്തിലെ ജനത്തിനെ പറ്റിയുള്ള ഈ പാർട്ടിയുടെ ഒരു നിലപാട്. അത് ഒരു പരിധിവരെ ഒരു വാസ്തവവുമാണ്. ശരി, ഷാബു, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. 4 പേരുള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അതിഥികളിലേക്ക് പോകുന്നത്. ശ്രീ ആയൂർ ബിജു, ഇപിയുടെ ന്യായീകരണമാണ് അതിവിചിത്രമായിരിക്കുന്നത്. ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ പോകുന്നു. അത് പാർട്ടി ഓഫീസിൽ പറഞ്ഞാൽ മതി, ജനങ്ങളുടെ മുന്നിലല്ല അത് പറയേണ്ടത്. ശ്രീ ആയൂർ ബിജു. ഞാൻ അതിന് മുന്നേ വരാം. അതിന് തൊട്ട് മുന്നേ ബഹുമാന ഷാബു പ്രസാദ് കേരളത്തിലെ ജനങ്ങളെ വിളിച്ചൊരു പേരുണ്ട്. അത് ബഹുമാന മഞ്ജുഷ കേട്ടില്ല. നിങ്ങളുടെ പാർട്ടി കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം കാണുന്ന രീതിയിലല്ല പറഞ്ഞത്. പാർട്ടി ജനങ്ങളെ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നത്. അതിൽ പിടിച്ച് ചർച്ച വഴിതെറ്റിച്ചുകൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. അത് അദ്ദേഹം കൃത്യമായി റെഫർ ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. കൃത്യമായ സൂചന നൽകിയിട്ട് തന്നെയാണ് പറഞ്ഞത്. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. കേരളത്തിലെ ജനങ്ങളോടുള്ള നിലപാട് അതായതുകൊണ്ടാണ് ഇതുപോലെയുള്ള വൃത്തികേട്. അതോ അദ്ദേഹം ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണോ കഴുതകൾ എന്നാണ് അദ്ദേഹം അടുത്ത സെഷനിൽ പറഞ്ഞു പറയും. താങ്കൾ വിഷയത്തിൽ താങ്കൾ മറുപടി പറയൂ. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ ബിജു. ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറയൂ. വിഷയം ഒഴിപ്പിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ വരാം. ഇനി 2, ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ചില രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് പോയി. എല്ലാ നിയമപരമായ നിർദ്ദേശങ്ങളും പാലിച്ച് നിയമപരമായ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുള്ളത്. അവിടെ ഒന്നുമില്ല. ആരോട് പറഞ്ഞില്ലെന്നാണ് ഷാബു പ്രസാദിനെയും അല്ലെങ്കിൽ ഹരിദാസിനെയും വിളിച്ച് പറയണമോ? ഇന്ന് എല്ലാ ദിവസവും കള്ളം മാത്രം അടിച്ചുവിടുന്ന മലയാള മനോരമ പത്രം അടിച്ചു വന്നിട്ടുണ്ട്. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന രാജ്യങ്ങൾ സന്ദർശിക്കുന്നുവെന്ന്. ഒരു രാജ്യത്ത് നിലനിൽക്കുന്ന, ഒരു സംസ്ഥാനങ്ങൾക്ക് നിലനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിക്കുള്ള പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ആരും ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. അല്ലല്ല, മുഖ്യമന്ത്രി പോവുകയാണെങ്കിൽ അത് ഈ ഒഫീഷ്യൽ വിസിറ്റിന് മാത്രമേ ഓഫീസിൽ നിന്ന് ഒഫീഷ്യലായിട്ട് അറിയിക്കുകയുള്ളൂ എന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു റിലീസ് ഇല്ല എന്ന്. അല്ലല്ല,
പത്രങ്ങൾ അടിച്ചതിനെ താങ്കൾ പറയേണ്ട. അല്ലല്ല, അത് ചോർത്തി അടിച്ചതാണ്. അതിനുള്ള വിവരങ്ങൾ കിട്ടുവാനുള്ള ആർജവം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്കുണ്ട്, അവർക്ക് അതിനുള്ള സോഴ്സ് ഉണ്ട്. അങ്ങനെ കിട്ടിയതാണ്. അതല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതാ പിടിച്ചോ, മുഖ്യമന്ത്രി പോകുന്നു, ഇന്ന ദിവസങ്ങളിൽ ഇന്ന സ്ഥലത്ത് പോകുന്നു, ഇന്ന സ്ഥലങ്ങളിൽ താമസിക്കുന്നു, ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. ജനത്തോട് പറയാതെയാണ് പോയിരിക്കുന്നത് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനത്തിന് വിദേശത്തേക്ക്. 1-2 ദിവസമല്ല, 16 ദിവസത്തേക്ക്. പുത്തരിക്കണ്ടം മൈതാനത്തില് യോഗം വിളിച്ചു. അങ്ങനെയൊന്നും അല്ല ആയോ, അങ്ങനെയൊന്നും അല്ല ബിജു, അങ്ങനെയൊന്നും അല്ല ബിജു. പുത്തരിക്കണ്ടം മൈതാനത്ത് പോയെന്ന് പറയാനൊന്നും അല്ല പറഞ്ഞത്. അല്ലല്ല, അങ്ങനെയൊന്നും അല്ല. അല്ലല്ല, ഇത് കൃത്യമായിട്ട് അല്ലല്ല. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി വിദേശത്ത് പോവുകയാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അറിയണം, അറിഞ്ഞേ പോകാൻ പറ്റുകയുള്ളൂ. ഞാൻ പറയട്ടെ സാർ, മഞ്ജുഷേ, നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്ത ആ ഒരു അവസരം എനിക്കും തരണം. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചർച്ച നടത്തിയപ്പോൾ MK രാജ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. രാജ്യത്ത് കുടിവെള്ള പ്രശ്നമുണ്ട്, ഇലക്ട്രിസിറ്റി പ്രശ്നമുണ്ട്. ഇതൊക്കെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി സാർ ഇവിടെ എന്തുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ പറ്റിയ ആമ്പുള്ളവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ മന്ത്രിമാര്. ഇവിടെ വൈദ്യുതി പ്രശ്നമുണ്ട്, പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്, ട്രഷറികൾ അടച്ചിട്ടുണ്ട്. നിങ്ങൾ കുടിവെള്ള പ്രശ്നമുണ്ട്, എവിടെയാണ് കുടിവെള്ള പ്രശ്നമുള്ളത് പരിഹരിക്കാത്തത്? എവിടെ? ഷാബു പ്രസാദ് നാട്ടിൽ അല്ലെങ്കിൽ ഹരിദാസിന്റെ നാട്ടിൽ കുടിവെള്ള പ്രശ്നമുള്ളത് കൊണ്ട് അവിടെ ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ നിങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരൂ, ഞങ്ങൾ പരിഹരിക്കാം. ചുമ്മാ വീൺവാക്ക് പറയാതെ, വെറുതെ പറയാതെ ശ്രീ ആയൂർ ബിജു, അതൊന്നും അല്ല ഇവിടെ ചർച്ചാ വിഷയം, അതൊന്നും അല്ല ചർച്ചാ വിഷയം. വിദേശത്ത് പോവുകയാണെങ്കിൽ ആരെയൊക്കെ കണ്ടു എന്നുള്ള കാര്യം പോലും ജനങ്ങൾ അറിയണം. ശ്രീ പണിക്കർ ആയൂർ ബിജു പറയുന്നത് പോലെ ഇത്രയും ലളിതമാണോ? മുഖ്യമന്ത്രിക്ക് കുടുംബസമേതം വിദേശത്ത് പോകാനും അവധിക്കാലം ചെലവഴിക്കാനും ഒക്കെ അതിനുള്ള അനുവാദമുണ്ട്, അത് ചെയ്യാം. കാരണം അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയും കിട്ടുന്നതാണ്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ അവധിക്കാലം ചെലവഴിക്കാൻ പോകേണ്ടി വരും, കുടുംബവുമായിട്ട് യാത്ര ചെയ്യേണ്ടി വരും, മകനെ കാണാൻ പോകേണ്ടി വരും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനുള്ള ഇപ്പോഴത്തെ പോക്ക് അതിനൊരു ന്യായീകരണമാണോ അല്ലയോ? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ കുടുംബസമേതം യാത്ര ചെയ്യുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല ശ്രീ ആയൂർ ബിജു, അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല. ശ്രീ പണിക്കർ പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ പണിക്കർ, ശ്രീ ബിജു ചോദ്യം എന്നോടാണ്. ശ്രീ മഞ്ജുഷ്, ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആദ്യമേ തന്നെ പറയേണ്ടത് മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ടോ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടോ വിദേശ രാജ്യത്തോ അന്യ സംസ്ഥാനങ്ങളിലോ ഒക്കെ തന്നെ യാത്ര ചെയ്യുന്നതിനൊന്നും തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും തന്നെ ആർക്കും എതിരഭിപ്രായങ്ങളില്ല. പലപ്പോഴും നമ്മളിതിനെ ധൂർത്ത് എന്ന പേരിലാണ് ഔദ്യോഗികമായിട്ടുള്ള പല വിസിറ്റും വരുന്ന സമയത്ത് ഒഴിവാക്കാനാകുന്ന ചില വിസിറ്റുകൾ, അതല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഒരുപക്ഷെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ സന്ദർശിക്കേണ്ടുന്ന സ്ഥലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സന്ദർശിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തവണ അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനമാണ് എന്നറിയുന്നു. സ്വകാര്യ സന്ദർശനത്തിന് ശ്രീ മഞ്ജുഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിലേക്ക് പോയി കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള യാത്രയല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനുള്ള പെർമിഷൻ എന്തായാലും കിട്ടുകയും ചെയ്യും. കാരണം സബ്മിറ്റ് ചെയ്യേണ്ടുന്ന ഡോക്യുമെന്റുകളൊക്കെ വളരെ തന്നെ പരിമിതമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സുദീർഘമായിട്ടുള്ള ഒരു കാലയളവിലേക്ക് 2 ആഴ്ചയ്ക്ക് മുകളിലേക്ക് അദ്ദേഹം സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന സമയത്ത്, അദ്ദേഹവും മറ്റൊരു മന്ത്രിയും അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയുടെ പ്രശ്നമാണ്, മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊരു സാമാന്യ മര്യാദയുടെ പ്രശ്നമാണ്. മുഖ്യമന്ത്രി ഓഫീസിലില്ല എന്നും അദ്ദേഹം സ്ഥലത്തില്ല എന്നും 2 ആഴ്ച കാലത്തേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാനായിട്ട് പരിമിതികളുണ്ട് എന്നുള്ള കാര്യം പൊതുജനത്തിനെ അറിയിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു സാമാന്യ മര്യാദയാണ്. അത് സർക്കാരിനുണ്ടാകേണ്ടുന്ന മര്യാദയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉണ്ടാകേണ്ടുന്ന മര്യാദയാണ്. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് LDFന്റെ കൺവീനറായിട്ടുള്ള ശ്രീ EP ജയരാജൻ പറയേണ്ടത് അതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക, അതിനുശേഷം പറയുക ഇതേപോലെ അദ്ദേഹം വിദേശത്ത് പോവുകയാണ്, ഇന്ന രാജ്യങ്ങളിൽ പോവുകയാണ്, തികച്ചും വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ്, ഇന്ന ദിവസം അദ്ദേഹം തിരിച്ചു വരും എന്ന് പറയുക. പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി ഉണ്ട്. ഏറ്റവും അവസാനം സന്ദർശിക്കുന്ന UAE ആണ്. അവിടെ നിന്ന് സന്ദർശനം കഴിഞ്ഞ് 21-ാം തീയതി മടങ്ങി വരും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും കൊടുത്തിരിക്കുന്ന വാർത്ത. പക്ഷെ ഇതിനൊന്നും ഒരു ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നിട്ടില്ല. അതാണ് ഏറ്റവും കൗതുകം. അതിന് ജയരാജൻ നൽകുന്ന മറുപടി അതെന്താ ചട്ടിയും കൊട്ടി പാടണോ എന്നാണ്. എന്ത് വികലമായ വാദമാണ് ഈ LDF കൺവീനർ ഉന്നയിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ കൊട്ടിപ്പാടനോ അതോ പുത്തരിക്കണ്ടം മൈതാനിയിൽ വന്ന് അനൗൺസ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തിപരമായിട്ട് അവധിയെടുത്താലും അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള യാത്രയിലാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ എന്ന് അറിയുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന്റെ യാത്രയുടെ എല്ലാ ഡീറ്റെയിൽസും വ്യക്തിപരമായിട്ട് അദ്ദേഹം ആരെയൊക്കെ കാണുന്നു എന്നുള്ള ഒന്നുമല്ല നമ്മളിവിടെ പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് അദ്ദേഹം സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ അതറിയാൻ അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് ഒരു അവകാശമുണ്ട് എന്നുള്ളത് ശ്രീ ബിജു മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇത് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ഇത് അറിഞ്ഞില്ല എങ്കിൽ അവരുടെ കഴിവുകേട് എന്നാണ് ശ്രീ പി ജയരാജൻ പറയുന്നത്. അതെങ്ങനെയാണ്? ഔദ്യോഗികമായിട്ട് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അതായത് ഊഹിച്ച് അല്ലെങ്കിൽ കവടി നിരത്തിയൊക്കെ ഇവരെ അറിയണം, അറിഞ്ഞില്ല എങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും അബദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന, ഇത് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്നാണ്. ജനങ്ങൾ എങ്ങനെയാണ് അറിയുക? ഏത് മാധ്യമം വഴിയാണ് ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ ചെണ്ട കൊട്ടി പാടിയിട്ട് ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടോ? അതോ പുത്തരിക്കണ്ടം മൈതാനിയിൽ പ്രസംഗിച്ചിട്ട് ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ ഭാഗമാണ് നമ്മളെല്ലാവരും, നമ്മളാരും രാഷ്ട്രീയ പ്രവർത്തകരല്ല. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങളുടെ ഭാഗമായിട്ടുള്ള നമുക്ക് ഇതറിയില്ല. ആ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചോദിക്കുന്ന, അവർക്ക് വേണ്ടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന, അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഇതറിഞ്ഞിട്ടില്ല. പിന്നെ ഏതു മാർഗത്തിൽ കൂടിയാണ് ജനങ്ങളെ നിങ്ങൾ അറിയിച്ചിരിക്കുന്നത്? സാധാരണ CPM-ന് ആൾക്കാരെ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു സർക്കാർ സംവിധാനത്തിന് ആൾക്കാരെ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ ഒന്നിലും അതിനെപ്പറ്റി അറിയിച്ചിട്ടില്ലാത്തപ്പോൾ പിന്നെ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടതിന്റെ കാര്യം. മൂന്നാമത്തെ പ്രശ്നം, അദ്ദേഹം പറയുന്നത് ഒരല്പം കൂടി കടത്തി നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെ മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടോ ഇല്ലയോ, അദ്ദേഹം എവിടെ പോയി, അദ്ദേഹം എന്ന് തിരിച്ചു വരും എന്നുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ പോലും നിങ്ങളെ അറിയിക്കേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബോധിപ്പിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി ആ യാത്രയുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരിക്കുന്നു, അത് പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ഉണ്ടായിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ ആ ചോദ്യം EP ജയരാജനോട് ചോദിക്കുമ്പോൾ ആരാണ് സ്പോൺസർ എന്നുള്ളതാണ് ചോദ്യം. അതിന് അദ്ദേഹം മറുപടി പറയുന്നത് എന്താണ്? ഇതിൽ സ്പോൺസർ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? ഇല്ല. പകരം അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ കൊടുക്കുമോ ചെലവ് എന്നാണ്. വളരെ നിഷേധാത്മകമായി ഈ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്, ചെലവ് നിങ്ങൾ കൊടുക്കുമോ? അദ്ദേഹം പോകുന്നതുമായി ബന്ധപ്പെട്ട ചെലവിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എനിക്ക് ശ്രീ ബിജുവിനോടാണെങ്കിലും ശ്രീ EP ജയരാജനോടാണെങ്കിലും ചോദിക്കാനുള്ളത്, ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഒരു ഡെലിഗേഷന്റെ ഭാഗമായിട്ട് പലരെയും കൊണ്ടുപോകുന്ന ഒരു പതിവ് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ തന്നെയുണ്ട്. ആ സമയത്ത് പോലും നമ്മൾ ഈ പറയുന്ന അംബാനി, അദാനി തുടങ്ങിയ ആൾക്കാരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ പോലും എന്തിനിവരെ കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാർ, ക്രോണി ക്യാപിറ്റലിസം ഒക്കെ പറയുന്ന ആൾക്കാർ, ഇതേപോലെ ഏതെങ്കിലും മുതലാളിമാരാണോ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്നതിനെപ്പറ്റി അറിയാനായിട്ട് ഈ നാട്ടുകാർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ലേ? ഔദ്യോഗികമായിട്ട് എന്തായാലും എല്ലാ ചെല്ലും ചെലവും നോക്കിയതിനു ശേഷം ഒരു സർക്കാർ വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമല്ലേ വ്യക്തിപരമായിട്ടുള്ള ഒരു യാത്ര അവർ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും മുതലാളിമാരാണോ അതിന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിഷയം? അത് ആൾക്കാർ അറിയേണ്ടതാണ്, അത് പ്രതിപക്ഷം ചോദിക്കേണ്ടതാണ്. അത് ചോദിക്കുന്ന സമയത്ത് അത് ചെലവ് പകരം നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് നിങ്ങളിൽ ചിലർ അറിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരും അറിഞ്ഞിട്ടില്ല, അതായത് ഔദ്യോഗികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഈ ചിലർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ മറ്റാരോടെങ്കിലുമുള്ള സ്വാധീനം വഴി വാർത്ത ലീക്ക് ചെയ്തിട്ടെടുക്കുക, അതല്ല എങ്കിൽ ചില ആൾക്കാരോട് സെലക്റ്റീവായിട്ട് ഈ സംവിധാനത്തിൽ നിന്ന് ലീക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇവിടെ ഉണ്ടാകേണ്ടത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അത് ഈ മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുന്നുണ്ട്, പ്രതിപക്ഷവും ചോദിക്കുന്നുണ്ട്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന രീതിയിലുള്ള ഒരു പൊതുബോധത്തിനെ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഈ ബംഗാളിൽ ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി അവിടെ പോയി പ്രചരണത്തിന്റെ ഭാഗമാകേണ്ടതല്ലേ ഇന്ത്യയിലെ ഒരേ ഒരു ഇടത് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് ശ്രീ EP ജയരാജൻ പറയുന്നത്? പോകേണ്ട സ്ഥലത്തൊക്കെ പോകേണ്ടവർ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഇടതിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി ഈ സ്ഥലത്തൊന്നും പോകേണ്ടതല്ല എന്ന രീതിയിലുള്ള ഒരു തീരുമാനം എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഏതൊരവസ്ഥയിലാണ്, ഇപ്പൊ സംസ്ഥാനത്തിന്റെ അവസ്ഥയൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി നേരിടുന്ന ഒരു അവസ്ഥയുണ്ട്. പാർട്ടി ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയുടെ ഒരേ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം പോയി പ്രചരണം നടത്തേണ്ട സമയത്ത് പോലും അദ്ദേഹം അതില്ലാതെ സുദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ സംസ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിൽക്കുകയാണ്. അത് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് കുതിര കയറാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ. ശരിയാണ് ശ്രീ ശ്വേത് പണ്ഡിറ്റ്, ഒരു സെൽഫ് ഗോൾ അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം EP ജയരാജൻ പറഞ്ഞതാണെന്ന് തന്നെ കരുതേണ്ടി വരും.
ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സെൽഫ് ഗോൾ, അല്ലെങ്കിൽ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള ആ മറുപടി ഉണ്ടല്ലോ ഇ പി ജയരാജനെ കുറിച്ച്, അതിന് പകരം വീട്ടിയതാണ് ഇ പി എന്ന് ചിന്തിക്കേണ്ടി വരും ശ്രീ ആയൂർ ബിജു. അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള മറുപടി നൽകുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും വിദേശ സന്ദർശനത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞത്? എണ്ണി എണ്ണി ശ്രീ പണിക്കർ പറയുകയായിരുന്നു. എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്ന പോലെയുള്ള മറുപടിയാണോ നൽകേണ്ടത്, അതും ജനങ്ങളോട്? അല്ല, മലയാള മനോരമ പോലുള്ള പത്രം പോലും ഈ കാര്യത്തിൽ കൃത്യമായി റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഞാൻ നേരത്തെ കാണിച്ചതാണ്. മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഈ വിവരം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആരും ഔദ്യോഗികമായിട്ട് നൽകിയതൊന്നുമല്ല ശ്രീ ആയൂർ ബിജു. ഞാനത് നേരത്തെ തന്നെ മറുപടി പറഞ്ഞു. ഇതൊക്കെ ചോർത്തി അടിക്കുവാനുള്ള കഴിവ് മാധ്യമപ്രവർത്തകർക്കുണ്ട് കേരളത്തിലെ. ഒരു ഇൻഫർമേഷൻ മനോരമയ്ക്ക് നൽകിയത് അല്ല, ഞാൻ പറഞ്ഞ ഒരു കാര്യം ആലോചിക്കൂ. കേരളത്തിലെ മുഖ്യമന്ത്രി ഒളിച്ചോടിയതാണോ? അതെ, കടുകിനകത്ത് കയറി അല്ലല്ലോ, ഒരു ഔദ്യോഗിക നൽകാതെ പോയി എന്നുള്ള കാര്യം ഇ പി തന്നെ സമ്മതിക്കുകയാണ് ശ്രീ ആയൂർ ബിജു. ഇ പി ജയരാജൻ തന്നെ പറയുകയാണ്, ഞങ്ങളെ പാർട്ടി അറിഞ്ഞു, സർക്കാർ അറിഞ്ഞു, കേന്ദ്രം അനുമതി നൽകി, ഇനി ആരോട് പറയാനാണെന്ന്. ചേട്ടാ, ഇത് കടകിലോ ബിരിയാണി ചെമ്പിലോ പോകുന്ന പ്രശ്നമല്ല. ഇവിടുത്തെ പ്രശ്നം അദ്ദേഹം പോയത് ആൾക്കാരെ അറിയിച്ചില്ല എന്നുള്ളതാണ്. താങ്കൾ ഉൾപ്പെടെ പലവട്ടം പറഞ്ഞ ബിരിയാണി ചെമ്പൊക്കെ എവിടെ ചെന്ന് നിൽക്കുന്നു സാർ? നിങ്ങൾ ഈ വീണ്ടും ഈ ബിരിയാണി ചെമ്പിന്റെ കഥയൊന്നും പറഞ്ഞ് വിഡ്ഢിവേഷം കെട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാര് ഞെളിഞ്ഞു നിൽക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ ബിരിയാണി ചെമ്പും നിങ്ങളുടെ ഒക്കെ ഇല്ലാതായി പോയത് കൊണ്ടാണ്. അവസാനം കുഴൽനാടിന്റെ ഹർജി പോലും ഇല്ലാതായി പോയി. നിങ്ങളൊക്കെ പറഞ്ഞില്ല എത്രയോ നാള് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ, അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കർ പറയാതെയും പറഞ്ഞും വെച്ച ചില കാര്യങ്ങളുണ്ട് പല മാധ്യമങ്ങളിലും പല ചർച്ചകളിലും. ഷാഹു പ്രസാദ് ഉൾപ്പെടെയുള്ള ആൾക്കാര് പലപ്പോഴും നമ്മൾ തർക്കിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് തെളിയിക്കുവാൻ നിങ്ങൾക്ക് അസാധ്യമായിട്ടുണ്ടോ? ഉണ്ടോ? ഞാൻ നിങ്ങളെ ഈ ചർച്ചയിൽ നിങ്ങൾ ഇവിടെ നിൽക്കേ, മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് പോയതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും മറുപടി നൽകാനുണ്ടോ? അതോ താങ്കളും ഇ പി പറഞ്ഞതുപോലെ അത് ജനങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞൊഴിയുകയാണോ ചെയ്യുന്നത്? അങ്ങനെയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറയുന്നു, ഞങ്ങളുടെ മുഖ്യമന്ത്രി അത് ചെയ്യില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആപ്തവാക്യമുണ്ട്, മടിയിൽ കനമില്ലാത്തവൻ എന്തിനു പേടിക്കണം വഴിയിൽ. ഞങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങളെ നിങ്ങൾക്ക് ഈ ചാനലുകളിൽ വന്നിരുന്ന് പറഞ്ഞ് ഞങ്ങൾക്കെതിരെ സംസാരിക്കാം എന്നുള്ളത്. ശ്രീ ബിജു, ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ? ബിജു താങ്കൾ മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഞങ്ങൾക്കെതിരെ പറയുന്നു. ഇപ്പോഴും ശ്രീജിത്ത് പണിക്കർ പറഞ്ഞല്ലോ, ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കടത്ത്, നിൽക്കുന്നു. ഒടുവിൽ ഇപ്പോൾ ഈ കൈതോലപ്പായ തന്നെ പണിക്കരും ഞങ്ങൾ തമ്മിൽ മറ്റു വിഷയങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. ഇതിന് മറുപടി പറയാൻ ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ? വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യം. മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഈ നാട്ടിലുള്ള ഒരു പൗരന് അവകാശമുണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇല്ലയോ? ലളിതമാണ് ചോദ്യം. അല്ല, അത് വേണമല്ലോ. വേണ്ട എന്ന് പറയുന്നില്ല. എങ്കിൽ അത് ഔദ്യോഗികമായിട്ട് സർക്കാർ പറയണ്ടേ? അത് പറഞ്ഞിട്ടുണ്ടോ? ഒരു മാധ്യമം നിങ്ങൾ ഇത് ഇല്ല എന്ന് പറയരുത്. ഇത് മലയാള മനോരമ മാധ്യമത്തിൽ മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷന്റെ പുറത്തല്ലേ? ആൾക്കാരുടെ ചർച്ചകളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് സാർ. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന്റെ പേരിലാണ്. എന്നാൽ അങ്ങനെയല്ലല്ലോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യേണ്ടത് സർക്കാർ ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് കൊടുക്കുന്നതിന്റെ പേരിലാണ്. അങ്ങനെയുണ്ടോ? പണിക്കരെ, ഇന്ത്യ മഹാരാജ്യത്തെ പ്രധാനമന്ത്രി 84 തവണ ഇന്ത്യ വിട്ട് വെളിയിൽ പോയിട്ടുണ്ട്, വിവിധ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ഏത് മാധ്യമം വഴിയാ ജനങ്ങളെ അറിയിച്ചതെന്ന് എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റുകളെയും അറിയിക്കാറുണ്ട്, പ്രോട്ടോകോൾ ഉണ്ട്, എല്ലായിടത്തും അത് പ്രധാനമന്ത്രി ഉണ്ട് നമ്മുടെ രാജ്യത്തിൽ. അത് ഔദ്യോഗിക വിസിറ്റ് ആണ് സാർ. ആര് പറഞ്ഞു എന്നാ പറയുന്നത്?
ഇല്ലല്ലോ, അത് എന്റെ ബിജു ബിജു ചേട്ടാ, അതുകൊണ്ട് ഇത് കേട്ടോ, താങ്കൾക്ക് അത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. PMOയുടെ ഓഫീസിൽ നിന്ന് റിലീസ് വരാറുണ്ട്. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ എം കെ ഹരിദാസ്, അങ്ങനെ ഈ ബിജു ചോദിച്ച ഒരു കാര്യം ശരിയാണല്ലോ. ശ്രീ എം കെ ഹരിദാസ്, ബിജു ചോദിച്ച ഒരു കാര്യം ശരിയാണ്. മുഖ്യമന്ത്രി അങ്ങനെ ഒളിച്ചോടേണ്ട കാര്യമില്ലല്ലോ. നമ്മളൊക്കെ എന്തിനാണ് മുഖ്യമന്ത്രി ഒളിച്ചോടി എന്ന് പറയുന്നതെന്ന് ബിജു ചോദിക്കുന്നുണ്ട്. ശരിയാണ്, മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാതെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പറഞ്ഞിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. അതാണ് ഇവർ പറയുന്നത്. ഞാൻ എന്നെ പോലെ സമാന ചിന്താഗതിക്കാരുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പല പൊതുപ്രവർത്തകരോടും ഞാൻ വിളിച്ചു ചോദിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വന്നത്. ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയുടെ നാട് വിട്ടുപോക്ക് അവർക്കൊന്നും പരിചയമില്ലെന്നാണ് പറയുന്നത്. അതുമാതിരി തന്നെ ഇപ്പൊ ഇവിടുത്തെ കേരളത്തിൽ തന്നെ ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരുടെ വിദേശയാത്രകളും ഇപ്പൊ ഇദ്ദേഹം തന്നെ ഇതിനു മുമ്പ് പോയിട്ടുള്ള കാലഘട്ടങ്ങളിൽ ചികിത്സയ്ക്കായിട്ട് പോയിട്ടുണ്ട്, ഇപ്പൊ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാലങ്ങളിലൊക്കെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടാണ് മലയാള മനോരമയും മാതൃഭൂമിയും നമ്മളോട് ഈ കാര്യം പറയുന്നതെങ്കിൽ നമ്മൾക്കതിന് സ്ഥിരീകരണം നൽകാം. മലയാള മനോരമയും മാതൃഭൂമിയും അവരുടേതായിട്ടുള്ള ഊഹത്തിനനുസരിച്ചിട്ട് അവർ പടച്ചുവിടുന്ന വാർത്ത വിശ്വസിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഇരിക്കണമെന്ന് ഇദ്ദേഹം പറയുമ്പോൾ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്നു മാർഗം അതിങ്കലങ്ങാണ്ട് ഒരിടത്തിരുന്ന് കാണുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്നാണ് എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഇത് അല്ലാതെ ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹം 16 ദിവസമോ 19 ദിവസമോ, നേരത്തെ മഞ്ജുഷ എന്നെ തിരുത്തി, 19 ദിവസമല്ല 16 ദിവസമാണ് ഇദ്ദേഹം മയോ ക്ലിനിക്കിൽ രണ്ടാമത് ചികിത്സയ്ക്ക് പോയിട്ട് ദുബായിലെത്തിയിട്ട് പിറ്റേ ദിവസം കേരളത്തിൽ എത്തുമെന്നായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം. പക്ഷെ പിന്നീട് അദ്ദേഹം 3 ദിവസം കൂടി ദുബായിൽ തങ്ങിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ദുബായിലെത്തുന്ന അദ്ദേഹത്തിന് അവിടെ കൂടുതൽ ദിവസങ്ങൾ അദ്ദേഹം ചിലവഴിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണെന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അത് തട്ടിക്കയറിക്കൊണ്ട് നിങ്ങൾക്ക് വേറെ വല്ലതും ചോദിക്കാനുണ്ടോ, സമയം കഴിഞ്ഞോ എന്ന് ചോദിച്ച് അദ്ദേഹം മൈക്ക് ഓഫ് ചെയ്തിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ പോക്ക് ഇത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകാതെ പോയത് മാത്രമാണ് കാരണം. ഇത് അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് അല്ല ഇത്തരത്തിൽ ഇന്തോനേഷ്യ വഴി സിംഗപ്പൂർ വഴി ദുബായിലേക്ക് പോയിരിക്കുന്നത്. കേരളത്തിലെ 3,40,00,000 ജനങ്ങളുടെ മുഖ്യമന്ത്രി പോകുമ്പോൾ എന്തുകൊണ്ട് പറഞ്ഞിട്ട് പോയിക്കൂടാ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ തീർച്ചയായിട്ടും പാർട്ടിക്കും പാർട്ടി നേതാക്കൾക്കും പങ്കുണ്ട്. അത് നിർണായകമായ ഒരു ഇലക്ഷന്റെ പാതി കൂടി കഴിഞ്ഞിട്ടില്ല, ഇനി 5 ഘട്ടങ്ങൾ ബാക്കിയിരിക്കെ പല സംസ്ഥാനങ്ങളിലും പോയി ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കേണ്ട ഒരു വ്യക്തി ഇത്തരത്തിലൊരു ഒളിച്ചോട്ടം നടത്തിയത് എന്തുകൊണ്ടാണെന്നുള്ളത് സാധാരണ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അത് പാർട്ടി കാര്യം, അക്കാര്യം അത് ജയരാജൻ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതാണെന്നാണ് ജയരാജൻ പറയുന്നത്. അതിൽ നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാജസ്ഥാനിൽ പോയി പ്രസംഗിക്കുന്നില്ല, മഹാരാഷ്ട്രയിൽ പോയി പ്രസംഗിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല. ആശങ്കപ്പെടണമല്ലോ. ഞാനെന്ന നികുതിദായകനും ഞാനെന്ന ഇടതുപക്ഷ വിശ്വാസിക്കും അതിൽ ആശങ്കപ്പെടണമല്ലോ. ഇദ്ദേഹം ചെന്ന് അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന വോട്ട് കൂടി പോകുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തെ അവിടെ പ്രസംഗിപ്പിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചതെന്ന് ഇന്നും ഇടതുപക്ഷ വിശ്വാസം മനസ്സിൽ കൊണ്ട് നടക്കുന്ന എന്നെ പോലുള്ളവർക്ക് അറിയണമല്ലോ. ഇദ്ദേഹം സാധാരണക്കാരനല്ല, ഇദ്ദേഹം കാരണഭൂതനാണ്. സൂര്യനേക്കാൾ തേജസ്സുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണ് പവിത്രമാണ്. ഇത്തരത്തിലുള്ളൊരു കേരളത്തിലൊരു വ്യക്തി അന്യ സംസ്ഥാനങ്ങളിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കും അതുമാതിരി തന്നെ ഇന്ത്യ മുന്നണിക്കും വോട്ട് കുറയുന്നത് കൊണ്ടാണോ ഇദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയിട്ട് പ്രസംഗിപ്പിക്കാത്തതെന്ന് എനിക്കറിയണം സാർ. ഞാൻ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. കാരണം മുഖ്യമന്ത്രി എന്ന നിലയിലല്ല, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്, അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നൊക്കെ പറയുന്നു. അത്തരത്തിലുള്ള വ്യക്തിയെ ഇത്ര നിർണായകമായ ഒരു ഘട്ടത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒളിച്ചോടി? ആ ചോദ്യത്തിന് പാർട്ടിപരമായ മറുപടി വേണം. ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പില്ലാതെ അദ്ദേഹം പോയതിനെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള സർക്കാരിന്റെ മറുപടിയും കേരളത്തിലെ ജനങ്ങൾക്ക് വേണം. അതിന് ഇത്തരത്തിലുള്ള മുടന്ത ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടോ EP ജയരാജൻ ഇത്തരത്തിൽ ഇലക്ഷന്റെ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് പ്രതികാരം എന്നോണം സംസാരിച്ചതുകൊണ്ടൊന്നും ഈ ചോദ്യത്തിന് ഉത്തരം അവസാനിക്കുന്നില്ല. കാരണം ഒരു ചോദ്യം വളരെ വ്യക്തമാണ്. ഇത് ഔദ്യോഗികമായിട്ടാണെങ്കിൽ ഇതിന്റെ ചിലവെടുക്കുന്നത് സർക്കാർ ഖജനാവിൽ നിന്നാണോ? അല്ല, ഇത് സ്പോൺസർ ചെയ്തിരിക്കുകയാണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രിയെ ഈ 3 രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ മറുപടി കിട്ടുമല്ലോ. അതിലും ആശങ്കപ്പെട്ട് കാര്യമുണ്ടോ? വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചാൽ നമുക്ക് ആ ഉത്തരങ്ങൾ കിട്ടും. അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കെ സുധാകരന്റെ അദ്ദേഹം ഈ കുടുംബത്തെ കൂടെ കൊണ്ടു നടക്കുന്നത്, കുടുംബത്തെ അല്ലാതെ യാത്ര പോകുമ്പോൾ പിന്നെ ആരെയെ കൊണ്ട് നടക്കുക? അടുത്ത വീട്ടിലുള്ളവരെ കൊണ്ട് നടക്കാൻ പറ്റുമോ? പിന്നീട് പറഞ്ഞ വാക്കുകളുണ്ട്, ആൾത്തേഷ്യൻ നായകളെ കൊണ്ടുപോകട്ടെ അദ്ദേഹം. ഇതൊക്കെ അങ്ങേയറ്റം നമ്മൾ പറയില്ലേ, ചളിപ്പിക്കുന്ന വാക്കുകളാണ്. ഇത്തരത്തിൽ ഒരു KPCC പ്രസിഡന്റിന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ വരാൻ പാടില്ല. അതേമാതിരി തന്നെ V മുരളീധരൻ ഉച്ചയ്ക്ക് ചോദിക്കുന്നത് ഞാൻ നേരിട്ട് കേട്ടു.
കുടുംബസമേതം യാത്ര പോകാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ എവിടെ നിന്നാണ് പൈസ? ഈ മുരളീധരൻ ഏത് രാജ്യത്തെ ജീവിക്കുന്നത്? കേരളത്തിലെ ഇന്ത്യയിലെ 16 മുഖ്യമന്ത്രിമാരുടെ സ്വത്ത് വിവരം മാതൃഭൂമിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഡിക്ലെയർ ചെയ്ത സ്വത്തിന്റെ 1,30,00,000 രൂപയുടെ ആസ്തി ഇദ്ദേഹത്തിന് ഈ പിണറായി വിജയൻ ഉണ്ട് എന്ന് പറയുമ്പോൾ 1,30,00,000 രൂപ ആസ്തിയുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒരു യാത്രയിൽ കൂടെ കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല എന്ന് പറയുന്നതൊക്കെ, അത്തരത്തിൽ ചിന്തിക്കുന്നതൊക്കെ ഒരു രാഷ്ട്രീയ വീക്ഷണത്തോട് കൂടിയിട്ടുള്ളതല്ല. നമുക്ക് ഈ മിണ്ടാതെ ഇവിടുന്ന് ഒളിച്ചോടിപ്പോയതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണം. ഇത്തരത്തിൽ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയവരെ പകരം ആൽസേഷ്യനായെ കൊണ്ടുപോയത് അതൊന്നും പറയാൻ പറ്റിയ വാക്കുകളല്ല ശ്രീ മഞ്ജുഷ്. ശരി, ശ്രീ ഷാബു പ്രസാദ്, വി മുരളീധരൻ പറയുന്നതിലും ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. കാരണം കേന്ദ്ര അനുമതി നൽകിയതിന് ശേഷമാണ് വി മുരളീധരൻ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതും. ഇത് മുഖ്യമന്ത്രിയുടെ കയ്യിൽ എവിടെയാണ് പണം കുടുംബത്തെ കൊണ്ടുപോകാൻ എന്ന് ചോദിക്കുന്നതുമൊക്കെ. ഈ മുഖ്യമന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരുടെയും ഒക്കെ സന്ദർശനത്തെക്കുറിച്ച് അറിയാത്തയാളല്ലല്ലോ ശ്രീ വി മുരളീധരൻ. അതിന് പ്രോട്ടോകോൾ അറിയാവുന്നയാൾ കൂടിയാണല്ലോ. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി. ഞാൻ ഉത്തരം പറയാം. ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന 5 പേരുള്ളതില് അതിന് ശ്രീ ആയൂർ ബിജു ഒഴിച്ച് ബാക്കി എല്ലാവരും ഉയർത്തുന്ന ഒരു സംശയവും ചോദ്യങ്ങളും ഉണ്ട്. ആ ചോദ്യങ്ങൾ ന്യായമൊക്കെ തന്നെയാണ്. കാര്യം ഇതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി പൊതുജനങ്ങളെ അറിയിക്കണ്ടേ? ഈ നാട്ടിൽ അതിന് ചില ധാർമ്മികതയില്ലേ, മര്യാദകളില്ലേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ന്യായമാണ്. പക്ഷേ ഈ ധാർമ്മികത, മര്യാദ, സാമാന്യ മര്യാദ, ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ഇതൊക്കെ ആർക്കാണ് ബാധകമാവുന്നത്? ഇതിനോടൊക്കെ വില കൽപ്പിക്കുന്നവർക്കാണ് അത് ബാധകമാവുന്നത്. ഈ കാര്യങ്ങൾ ബാധകമാവുന്നുള്ളൂ. ഇതിനെയൊന്നും വില കൽപ്പിക്കാത്ത ഒരു ആൾക്കാരോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്വാഭാവികമായ ഉത്തരം മാത്രമേ ഇ.പി. ജയരാജൻ പറഞ്ഞുള്ളൂ. കാര്യം അവർ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ ചോദ്യങ്ങൾ ഉയരും, അതിന് ഇന്ന മറുപടി മതി, ഈ കേരളത്തിലെ ജനം ഇതേ അർഹിക്കുന്നുള്ളൂ എന്നുള്ള ജനങ്ങളോടുള്ള പുച്ഛവും പരിഹാസവുമാണ് ഇവരുടെ മുഖമുദ്ര. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. പണ്ടൊരിക്കല് ഈ പാർട്ടി ആവശ്യത്തിന് വേണ്ടി ഇവിടെ കേരളത്തിൽ ഉടനീളം പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് ഈ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ പോയി. ആരുടെ ചെലവിൽ? പാർട്ടി ആവശ്യത്തിന് ഹെലികോപ്റ്ററിൽ മുഖ്യമന്ത്രി സഞ്ചരിച്ചത് സർക്കാരിന്റെ ചെലവിൽ. അന്ന് AK ബാലനോട് ചോദിച്ചപ്പോൾ AK ബാലൻ പറഞ്ഞില്ല, 10 പൈസ പാർട്ടി എടുക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രിയുടെ യാത്രയാണ്, അത് അങ്ങനെ തന്നെയാണ്. ഇത് എത്ര ധാർഷ്ട്യത്തോടുകൂടി, എത്ര അഹങ്കാരത്തോടുകൂടി, ഇത്ര ധൈര്യത്തോടുകൂടി ഇവിടെ ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കിയാണ് ഈ ചോദിക്കുന്നത്. ഈ മനുഷ്യൻ, ഈ ഇ.പി. ജയരാജൻ ഇന്ന് പറഞ്ഞത് പത്രക്കാരോടല്ല, മാധ്യമങ്ങളോടല്ല, ഈ കേരളത്തിലെ ജനങ്ങളോടാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ബിജു താങ്കളെ തിരുത്തിയിരുന്നു ശ്രീ ഷാബു പ്രസാദ്. താങ്കൾ ജനങ്ങളെ കഴുതകളോട് ഉപമിച്ചു എന്നാണ്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റും. അത് ഒന്നുകിൽ അദ്ദേഹം കേട്ടതിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവിടെ ജനങ്ങളെ കഴുതകളായി കാണുന്നത് ഈ പാർട്ടിയാണ്. ജനങ്ങളെ, ആ ജനങ്ങളെ കഴുതകളായിട്ട് ഇവർ കാണുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കാനും ഈ രീതിയിലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കാനും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കഴുതകളായി കാണുന്ന നിങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്, ആ രീതിയിലാണ് ഷാബു പറഞ്ഞത്. അതിനകത്തൊരു സംശയമില്ല ശ്രീ ബിജു. ഈ മുഖ്യമന്ത്രി, ഈ പാർട്ടി പ്രവർത്തകർ, ഈ ഇടതു മുന്നണി ഈ നാട്ടിലെ ജനങ്ങളെ കഴുതകളെ പോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം അതിന് വിശദീകരണം നൽകി കഴിഞ്ഞു ശ്രീ ആയൂർ ബിജു. അല്ല, പിന്നെ ബിജു, ഇതിനകത്ത് നിങ്ങൾക്കൊരു വിശദീകരണവുമില്ല, നിങ്ങൾക്കൊരു വിശദീകരണവും ഇക്കാര്യത്തിൽ നൽകാനില്ല. വിശദീകരണം നൽകാനുണ്ടെങ്കിൽ അത് ഇ.പി. നൽകിയേനെ. ഇ.പിക്കും സാധിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം മനഃപൂർവ്വം ഇക്കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആവർത്തിച്ച് താങ്കളോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും വിശദീകരണം നൽകാൻ പറ്റുമോ? മുഖ്യമന്ത്രി എവിടെ പോയി, എന്തിനു പോയി എന്നുള്ള കാര്യത്തിൽ? അതെ, താങ്കൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ എന്താണ് മുഖ്യമന്ത്രിയുടെ ഈ സന്ദർശനത്തിന്റെ ഉദ്ദേശ്യമെന്ന്, എന്തിന് ഇത്രയും നാൾ പോകുന്നു എന്നൊക്കെ താങ്കൾക്കും അറിയാൻ ആഗ്രഹമുണ്ടാവുമല്ലോ. ഒരു ഭരണാധിപൻ, അത് സംസ്ഥാനത്തെ ആകട്ടെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ആകട്ടെ, ആ ഒരു ഭരണാധിപൻ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കോ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കോ പോകുന്നത്
വിവിധങ്ങളായ കാര്യങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയാണ്. അത് മഞ്ജുഷിനും അറിയാം, ഈ ചർച്ചയിൽ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി, വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ, വിവിധ രാജ്യങ്ങളിൽ നമ്മുടെ ബന്ധങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി, വ്യാപാര വ്യവസായ കരാറുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, സാങ്കേതിക വിദ്യയുടെ മികവുകളെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി, പരസ്പരം കച്ചവടങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റിൽ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോയിട്ടുണ്ട്. അതിനെന്താണ് ഇത്ര ആശങ്ക? ഇത് ആദ്യ സംഭവമാണ്. ഞാൻ നേരത്തെ ചോദിച്ചു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി 80 രാജ്യങ്ങൾ, 84 രാജ്യങ്ങൾ 2000 കോടി രൂപ മുടക്കി യാത്ര ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു? ആരുടെ പൈസയാണ്? ഞങ്ങളുടെ പൈസ. ഞാനും ഷാവു പ്രസാദും മഞ്ജുഷും അടയ്ക്കുന്ന നികുതി പണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, നേരത്തെ ഹരിദാസ് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് വറുതി ഉള്ളതുപോലെ 205 ലക്ഷം കോടി രൂപ ബാധ്യതയുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അങ്ങനെ പോയത്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഒരു ഭരണാധിപനും, മുഖ്യമന്ത്രിയായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിമാര് അച്യുതാനന്ദൻ പോയിട്ടുണ്ട്, E.K. നായനാർ പോയിട്ടുണ്ട്, K. കരുണാകരൻ പോയിട്ടുണ്ട്, A.K. ആന്റണി പോയിട്ടുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പാൻറ്റും കഴിച്ചിട്ടുകൊണ്ട് എവനൊക്കെ പോയ പടങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നേ. അതുകൊണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രി പോയാൽ ആഹാ, ബാക്കിയുള്ളവർ പോയാൽ ഓഹോ, ആ പണി മര്യാദയല്ല. എല്ലാവരും പോയിട്ടുണ്ട് സാർ. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ബഹുമാനായ നേരത്തെ മുന്നേ സംസാരിച്ച പണിക്കർ ചോദിച്ചു ചില കാര്യങ്ങൾ. പണിക്കരെ ഞാൻ ചോദിക്കട്ടെ, സത്യസന്ധമായ ഒരു ചർച്ചയിൽ പങ്കെടുത്താൽ താങ്കൾക്ക് പറയാം ഇന്നതുകൊണ്ടാണ് ഇദ്ദേഹം പോയതെന്ന് പറയുന്നതിന് പകരം എപ്പോഴും ക്ഷീരമുള്ള ഒരു അകിടിൻ ചൂട്ടിലും നിങ്ങൾക്ക് എപ്പോഴും എന്താണെന്ന് അറിയാമല്ലോ, ചോര തന്നെയാണ് ഷാബു പ്രസാദിനും ശ്രീജിത്ത് പണിക്കർക്കും ആവശ്യം. അതുകൊണ്ട് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ വന്നിരുന്നുകൊണ്ട് ദയവ് ചെയ്ത് പൊതുസമൂഹത്തെ, പൊതുജനങ്ങളെ തെറ്റിക്കുന്ന തരത്തിൽ നിങ്ങൾ ഈ ചർച്ചകൾ കൊണ്ടുപോകരുത്. ശരി ശ്രീ ആയൂർ ബിജു. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ യാത്ര അതെന്തായാലും സർക്കാർ ചെലവിലായിരിക്കും. പക്ഷേ കുടുംബത്തെ ഒപ്പം കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ചെലവിലായിരിക്കുകയില്ല. അതിനാണ് ഇവിടെ ഈ സ്വന്തം കയ്യിൽ നിന്നുള്ള പണമാണോ സ്പോൺസർഷിപ്പാണോ എന്ന കാര്യത്തിലുള്ള ചോദ്യം വരുന്നത്. അത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടിയും കിട്ടും. അതിന് കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആയൂർ ബിജു പറഞ്ഞു, മുഖ്യമന്ത്രിമാരൊക്കെ മുമ്പ് ഇവിടെ ഒന്ന് പോയിട്ടുള്ളത് ശരിയാണ്. ഉമ്മൻചാണ്ടിക്ക് വിദേശത്ത് വെച്ച് അപകടം സംഭവിച്ച കാര്യം പോലും ഉണ്ടായിട്ടുണ്ടല്ലോ. അതുമായിട്ട് എന്തുകൊണ്ടൊരു താരതമ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ സ്വകാര്യ സന്ദർശനത്തിന് ഉണ്ടാകുന്നില്ല? അന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ട്, ഉമ്മൻചാണ്ടി പോയപ്പോഴും വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ തീവ്രത എന്തുകൊണ്ട് ഇപ്പോൾ കൈവരുന്നു? അല്ല, ഒരു മുഖ്യമന്ത്രിയോ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആൾക്കാരോ വിദേശത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡച്ച് മോഡൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഈ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ഡച്ച് മോഡൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് പോകുന്ന സമയത്ത് തന്നെ വിമർശനം ഉണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങളായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്ന രീതിയിലുള്ള വിമർശനവും ആക്ഷേപവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പഠിക്കാനായിട്ട് പോവുക എന്നൊക്കെ ശ്രീ ആയൂർ ബിജു പറയുമ്പോൾ ആ രീതിക്കുള്ള സന്ദർശനമാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഈ ബസ്, ഈ മൊബിലിറ്റി തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഹസ്കോണിംഗ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്നെ അതിലേക്ക് വരിക, പല സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുക, അതിനുശേഷം ഇവിടെയെങ്ങും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു പ്രൊലോങ്ഡ് പീരീഡിലേക്ക് അദ്ദേഹം മാറി നിൽക്കുമ്പോൾ പല കാരണങ്ങളാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു സന്ദർശനം അവിടെ നടത്തുന്ന സമയത്ത് ഒന്നാമത്തെ കാര്യം, ഔദ്യോഗികമായിട്ട് ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സന്ദർശനമാണ് എങ്കിലും അദ്ദേഹം ഓഫീസിലില്ല എന്നുള്ള കാര്യം തന്റെ സംസ്ഥാനത്തുള്ള ജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ? ഒന്നാമത്തെ ചോദ്യം. 2, അദ്ദേഹത്തിന്റെ ഓഫീസ് അതുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പ് അറിയിക്കേണ്ടതല്ലേ? അങ്ങനെ നേരിട്ടോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴിയോ ജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ? ആണ്. 3, രാജ്യത്ത് ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പ്രചരണ വേളയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ നേതാവ് അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഈ ചങ്ങാത്ത മുതലാളിത്തം എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സ്പോൺസർഷിപ്പ് വഴിയാണോ? ആൾക്കാർക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ അല്പം മുമ്പ് ശ്രീ ആയൂർ ബിജു സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ലളിതമായിട്ടുള്ള ചോദ്യമുണ്ട്. മുഖ്യമന്ത്രി കുറച്ചു കാലത്തേക്ക് സംസ്ഥാനത്തില്ല, പുറത്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് കിട്ടാനുള്ള അർഹത, അവകാശം, അധികാരം അത് നമുക്കുണ്ടോ എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് അത് എവിടെ അറിയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം പൊക്കിപ്പിടിക്കുന്നത് മനോരമ ദിനപത്രമാണ്. എനിക്കറിയില്ല
എന്നു മുതലാണ് കേരള സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക മൗത്ത് പീസായിട്ട് മനോരമ പത്രം മാറിയത് എന്നാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം തന്നെ ഇടയ്ക്ക് മനോരമയെ വിമർശിച്ചുകൊണ്ട് പറയുന്നു. ഞാൻ അത് ചോദിക്കുന്നത് മാത്രമല്ല, വിവരങ്ങളൊന്നും ഔദ്യോഗികമായിട്ട് വന്നില്ലെങ്കിൽ പ്രശ്നമാണ് ബിജു. ഇപ്പോൾ തന്നെ നാളത്തെ മന്ത്രിസഭാ യോഗം മാറ്റി. അപ്പോൾ ജനങ്ങൾ തന്നെ ചിന്തിക്കില്ലേ എന്തുകൊണ്ടാണ് മന്ത്രിസഭാ യോഗം മാറ്റിയത്? എല്ലാ ആഴ്ചയും ഉണ്ടാകുന്നതാണല്ലോ, എന്ത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി എന്നൊക്കെ പറയും എന്നൊക്കെ സ്വാഭാവികമായിട്ട് സംശയം വരുമല്ലോ. ആണ്, അതുപോലുമില്ല. അപ്പോൾ എന്താണ് എമർജൻസി സിറ്റുവേഷൻ വരുമല്ലോ. കഴിയട്ടെ ശ്രീ ബിജു, ഞാനൊന്ന് സംസാരിച്ച് കഴിയട്ടെ. താങ്കൾ ഇപ്പോൾ മനോരമ ദിനപത്രം എടുത്തിട്ട് പറയുന്നു അതിൽ വരെ അത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മനോരമ ദിനപത്രത്തിലുള്ള വാർത്തയിൽ എന്താണ് ഈ ഒരു ഇൻഫർമേഷനെ പറ്റി പറയുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എന്നാണോ അതിൽ എഴുതിയിരിക്കുന്നത്? അതോ അങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കി എന്നാണോ അറിയിച്ചിരിക്കുന്നത്? ഔദ്യോഗികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടി എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ ഏതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? മനോരമയ്ക്ക് ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്വാധീനം കൊണ്ടോ ആരെങ്കിലും ലീക്ക് ചെയ്തോ അല്ലെങ്കിൽ അവരുടെ ലേഖകരുടെ മിടുക്ക് കൊണ്ടോ കിട്ടിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അവർ പറയുകയാണ്. ഇതേ വാർത്ത ദേശാഭിമാനിയിൽ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് ഒന്ന് കാണിച്ചു തരാമോ? ഏത് രീതിയിലാണ് ദേശാഭിമാനി ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് താങ്കൾക്കൊന്ന് പറയാമോ? ദേശാഭിമാനി എന്ന് പറയുമ്പോൾ കൂടുതൽ സർക്കാരുമായിട്ടുള്ള പ്രോക്സിമിറ്റി ഉള്ള അതാണല്ലോ. നമുക്ക് മനോരമ അങ്ങ് വിടാം, ദേശാഭിമാനി എടുക്കാം. എന്തോ താങ്കളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഇടപെട്ടോട്ടെ. അല്ല, ഒരു സെക്കൻഡ് ഞാനിത് പറഞ്ഞു തീർന്നില്ല. ഒരു പോയിന്റും കൂടി താങ്കൾ പറഞ്ഞത് പറയാനുണ്ട്. മുഖ്യമന്ത്രി അങ്ങനെ ഔദ്യോഗികമല്ലാതെ നടത്തുന്ന ഒരു വ്യക്തിപരമായ യാത്രയിൽ ആ യാത്രയുടെ ഭാഗമായിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുള്ള ഔദ്യോഗിക ഇൻഫർമേഷൻ ആൾക്കാരെ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് താങ്കൾ പറയുന്നത് മറ്റ് മുഖ്യമന്ത്രിമാർ യാത്ര ചെയ്യാറുണ്ട്, പ്രധാനമന്ത്രി 80-ലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ്. പ്രധാനമന്ത്രി യാത്ര ചെയ്തതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും വരെ അതിന്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ എന്താണ് എന്നത് അറിയിക്കേണ്ട രീതിയിൽ എല്ലാ ആൾക്കാരെയും അറിയിക്കുന്നു. കാരണം അത് ഔദ്യോഗിക വിസിറ്റാണ്. മുഖ്യമന്ത്രി എങ്ങനെ യാത്ര ചെയ്താലും ഔദ്യോഗികമായിട്ട് എത്ര രാജ്യങ്ങളിൽ യാത്ര ചെയ്താലും താങ്കൾ പറഞ്ഞതുപോലെ കടുവിനുള്ളിലോ കടുവിന് പുറത്തോ യാത്ര ചെയ്ത് കഴിഞ്ഞാലും ഈ ഇൻഫർമേഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ അദ്ദേഹം ആരെയൊക്കെ കാണുന്നു എന്നൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. അദ്ദേഹം ഇന്തോനേഷ്യയിൽ ആരെ കണ്ടു, അദ്ദേഹം ബാലിയിൽ ആരെ കണ്ടു, സുമാത്രയിൽ ആരെ കണ്ടു, ജാവയിൽ ആരെ കണ്ടു, ഇതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ആകെ പറയുന്നത് അദ്ദേഹം പുറത്താണോ ഇവിടെയുണ്ടോ, അദ്ദേഹം എന്ന് തിരിച്ചു വരും, ഈ വിവരം അറിയാനുള്ള അവകാശം ഒരു മലയാളിക്ക് ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉണ്ട് എന്നും അത് സർക്കാർ ഔദ്യോഗികമായിട്ട് ചെയ്തിട്ടില്ല എന്നും അത് LDF കൺവീനറോട് ചോദിക്കുന്ന സമയത്ത് നിഷേധാത്മകമായ രീതിയിലുള്ള സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നെങ്കിലും അംഗീകരിക്കണ്ടേ? ആ ഒരു ജനാധിപത്യ ബോധ്യമെങ്കിലും ശ്രീ ആയൂർ ബിജു ഇവിടെ കാണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണ്ടതാണ്. ഇതെല്ലാം ശ്രീജിത്ത് പറഞ്ഞ എല്ലാ കാര്യവും ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ശ്രീ ആയൂർ ബിജു, അതിനകത്ത് എന്ത് ന്യായീകരണങ്ങൾ കൊണ്ടുവന്നാലും അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പറഞ്ഞ കാര്യം തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഗവൺമെന്റിന്റെ എല്ലാവിധമായ നിയമങ്ങളും പാലിച്ച്, രാജ്യത്തിന്റെ സർവ്വവിധമായ നിയമങ്ങളും പാലിച്ച് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി രാജ്യം വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അവിടുത്തെ വിഭവങ്ങളെ കുറിച്ച് പഠിക്കുവാൻ, ഞാൻ നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പഠിക്കുവാൻ, കേരളത്തിന്റെ വികസനത്തിന് ഉതകുന്ന പദ്ധതികളെ, സാങ്കേതിക വിദ്യകളെ കുറിച്ച് പഠിക്കാനൊന്നുമല്ല, അതൊക്കെ ഒഫീഷ്യൽ ടൂറിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം കുടുംബത്തോടൊത്ത് പോയതാണ്. അതിനെയൊക്കെ നമ്മൾ മാനിക്കുന്നു, അതൊക്കെ ശരിയാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അല്ല അതിനെ മോശമാക്കി മാറ്റാൻ വേണ്ടി വേറെ ഈ വിഭവങ്ങളെ കുറിച്ച് പഠിക്കാനൊന്നും പറയണ്ട. സ്വാഭാവികമാണ് സാർ. ഉമ്മൻചാണ്ടി പോയിട്ടുള്ളപ്പോൾ ശരിയാണ്, ഞാനും പറഞ്ഞുവല്ലോ അതെല്ലാം സ്വാഭാവികമാണെന്ന്. അല്ലല്ല, AK ആന്റണി പോയിട്ടുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും കൊണ്ടുപോയിട്ടുണ്ട് സാർ. ഇതൊന്നും ഇതൊക്കെയല്ല കൊച്ചു കുട്ടികൾ പറയുന്ന പോലെ. ആരാണ് പറഞ്ഞത്? കുടുംബത്തെ കൊണ്ടുപോയതിന് ആരും കുറ്റം പറഞ്ഞില്ല ശ്രീ ബിജു. ശ്രീജിത്ത്, ബിജുവിന് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു, ഒന്നുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ബിജുവിന് മനസ്സിലായില്ല. ബിജു ഇപ്പോഴും ഈ കുടുംബത്തെ കൊണ്ടുപോയി എന്നുള്ള കാര്യത്തിൽ നിൽക്കുകയാണ്. അതൊന്നും ആരും എതിർത്തിട്ടില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് LDFിനോട് മാത്രം അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് മാത്രം ഇത്ര അസഹിഷ്ണുത? അവിടെയാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. ദേശാഭിമാനിയിലെ അല്ലെങ്കിൽ ഞങ്ങളെ EP ജയരാജനോ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷോ അല്ലെങ്കിൽ ജോസ് കെ മാണി അല്ലെങ്കിൽ കാനം രാജൻ അദ്ദേഹം മരണപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെയുള്ള നേതാക്കന്മാർ പോകുമ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ആരാണ് ബുദ്ധിമുട്ടിയത്? ആര് ബുദ്ധിമുട്ടി? ആര് വേവലാതിപ്പെട്ടു? മുഖ്യമന്ത്രിയുടെ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിലെ ആ വാർത്ത ഒന്ന് വായിക്കൂ. കേട്ടില്ല. മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ മുഖപത്രമായിട്ടുള്ള മനോരമ അല്ലാതെ CPMന്റെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനിയിലെ വാർത്ത ഒന്ന് വായിക്കൂ. ദേശാഭിമാനി ഇപ്പോൾ നിലവിൽ എന്റെ കയ്യിലില്ല. താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ താങ്കൾ ഒന്ന് വായിച്ചാൽ പൊതുസമൂഹത്തിന് ഉപകാരമാകും. ദേശാഭിമാനിയിൽ താങ്കൾ ആ വാർത്ത കണ്ടിരുന്നോ?
അല്ല, താങ്കളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ താങ്കൾ പൊതുസമൂഹത്തിന് മുന്നിൽ വായിച്ചാൽ ന്യൂസ് 18 പ്രേക്ഷകർക്ക് അതൊരു നല്ലതായിരിക്കും. ദേശാഭിമാനിയിലെ വാർത്ത കണ്ടോ താങ്കൾ? ഞാൻ താങ്കളോട് പറയുള്ളൂ, താങ്കളുടെ കയ്യിൽ ദേശാഭിമാനി ഉണ്ടെങ്കിൽ ആ വാർത്ത ഈ ന്യൂസ് 18 പതിനായിരക്കണക്കിന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വായിച്ചാൽ ഉപകാരമായിരിക്കും. വായിക്കാം. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ദേശാഭിമാനിയിൽ ആ വാർത്ത ഉണ്ടോ ഇല്ലയോ? താങ്കൾ വായിക്കുന്നേ? അല്ല, ഉണ്ടെങ്കിൽ വായിക്കാം. താങ്കൾ എന്നോട് പറഞ്ഞത് ദേശാഭിമാനി വാർത്ത വായിക്കാമോ എന്നാ ചോദിച്ചത്. ദേശാഭിമാനിയിലെ വാർത്ത ഉണ്ടെങ്കിലല്ലേ വായിക്കാൻ പറ്റൂ. വായിക്കോ ബിജു? ആ വാർത്ത ഇല്ല ബിജു, വാർത്ത ഇല്ല സാറേ, അതാ ചോദിച്ചത്. ദേശാഭിമാനി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖപത്രമാണ് സാർ. അതിൽ ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ച് പറയേണ്ട കാര്യം. മനോരമ ഗവൺമെന്റിന്റെ ആണോ? മനോരമയാണോ കേരള സർക്കാരിന്റെ? ഞാൻ പറഞ്ഞ നിങ്ങൾ എന്തിനാ ദേശാഭിമാനിയെ കൂട്ടുപിടിക്കുന്നു? ദേശാഭിമാനി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണകക്ഷിയുടെ എന്താ മുഖപത്രമൊന്നുമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലുള്ള ഒരു പാർട്ടിയുടെ മുഖപത്രമാണ്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഈ യാത്ര ജനങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നില്ല. ചുരുക്കത്തിൽ ജനങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നില്ല ഈ യാത്ര. അത് അത് അടിവരയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ എം കെ ഹരിദാസ്, ഇനി എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ഈ ചർച്ചയിൽ? ആരോട് ചോദിച്ചാൽ ഇതിനൊരു വിശദീകരണം കിട്ടും? നോക്കൂ, ഒരു മുഖ്യമന്ത്രി കുടുംബസമേതം 2-3 രാജ്യങ്ങൾ സന്ദർശിക്കാൻ നമ്മൾ ഭരിച്ച് ബോറടിച്ചപ്പോ പോയതിലൊന്നും ഒരു തെറ്റും നമുക്ക് ഇത്രയൊന്നും ന്യായീകരിച്ചിട്ട് സംസാരിക്കേണ്ട ഒരുവിധ കാര്യവുമില്ല. അദ്ദേഹത്തിന് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ എന്താ പറയുക കാലാവസ്ഥ പിടിക്കുന്നില്ല. ഭരിച്ച് അദ്ദേഹത്തിന് അങ്ങേയറ്റം ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ട് വന്നപ്പോൾ അദ്ദേഹം പോയിക്കോട്ടെ. പക്ഷെ അത് ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ, അത് സുതാര്യമായിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് എഴുതിയിട്ട് ഞാൻ ഇന്ന ദിവസം എന്റെ കുടുംബസമേതം ഞങ്ങൾ 2-3 രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നൊരു പത്രക്കുറിപ്പ് എഴുതി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയുടെ പ്രവൃത്തിയും വാക്കും, പ്രത്യേകിച്ച് കാരണഭൂതൻ കൂടിയായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ പ്രവൃത്തിയും വാക്കും മറ്റു മന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനാണ് ഇദ്ദേഹം. കാരണഭൂതനാണ്, ഉദിച്ചു വരുന്ന സൂര്യനാണ്, പാദസ്പർശമേറ്റ മണ്ണ് സൂക്ഷിക്കേണ്ടതാണ് എന്നൊക്കെ ഇവരുടെ പാർട്ടിക്കാർ വിളിച്ചു പറയുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന്റെ വാക്കും പ്രവൃത്തിയും ഓരോ സന്ദേശങ്ങളാകണം മഞ്ജുഷെ. അത്രമാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഒരു രാത്രി തീരുമാനിക്കുന്നു, പിറ്റേ രാത്രി പോകുന്നു? പക്ഷെ ഇതിൽ മറ്റൊരു കാര്യം കൂടി മഞ്ജുഷ മനസ്സിലാക്കണ്ട. നമ്മുടെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം അങ്ങേയറ്റം നമ്മൾ പറയില്ലേ ദുർബലമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. സെക്രട്ടേറിയറ്റിൽ 10,000 കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ആൾക്കാർ ജോലി ചെയ്തിട്ട് പോലും ഇത്തരത്തിലൊരു യാത്രയെ പറ്റിയിട്ടുള്ള ഒരു വിധം നമ്മൾ പറയില്ലേ കടുക് മണിക്കുള്ള വാർത്ത ചോരാതെ നോക്കാൻ മുഖ്യമന്ത്രിക്കും സംഘത്തിനുമായി എന്നുള്ളതും നമ്മൾ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ എത്രയും ദുർബലാവസ്ഥയെ കുറിച്ച് കൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ ഈ മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു യാത്ര നടത്തിയേ എന്നൊന്നും ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം അദ്ദേഹം കുടുംബസമേതം പോകട്ടെ, ആർത്തുല്ലസിച്ചിട്ട് വരട്ടെ. പക്ഷെ 16 ദിവസം അദ്ദേഹം കേരളം വിട്ടു നിൽക്കുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് അദ്ദേഹത്തിന്റെ ചാർജ് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുകയും ഇത്തരത്തിലൊരു ഔദ്യോഗികമായ ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്യാതെ പോയതിന്റെ ദുരൂഹതയ്ക്ക് മറുപടി പറയേണ്ടത് അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ മരുമകനാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യം വിട്ടുപോയപ്പോൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ആർക്കെങ്കിലും കൊടുത്തത് താങ്കൾക്ക് പറയാൻ പറ്റുമോ ഈ ചർച്ചയിൽ? യാത്രയിൽ താങ്കൾ സാമാന്യ മര്യാദ കണക്ക് പറഞ്ഞല്ലോ. ഔദ്യോഗിക യാത്രയിൽ എന്തിനാണ് അത്തരത്തിലൊരു ആവശ്യമുള്ളത്? 80 തവണ ഈ രാജ്യം വിട്ടുപോയപ്പോൾ ഏതെങ്കിലും ഒരു തവണ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ആ ഇന്ത്യയിലെ ഏതെങ്കിലും എന്റെ ബിജുചേട്ടാ അദ്ദേഹം യാത്ര ചെയ്യുന്നത് ഔദ്യോഗിക ചുമതലയുമായിട്ടാണ്, പ്രധാനമന്ത്രിയായിട്ടാണ്. ഒരു വലിയ ചാനലിലെ ചർച്ചയ്ക്ക് ഇരിക്കുക എന്നുള്ള ബോധം താങ്കൾക്ക് വേണം. താങ്കളെ ഇന്ത്യയിലെ മലയാളികൾ മുഴുവൻ കാണുന്ന, ലോകത്തിലെ മലയാളികൾ മുഴുവൻ കാണുന്ന ഒരു ചാനലിന്റെ ചർച്ചയിലാണ് താങ്കൾ ഇരിക്കുന്നത് എന്നുള്ള ബോധം വേണം. ഇത് ലോക്കൽ കേബിൾ വിഷന്റെ ഒരു കേബിൾ ടിവിയുടെ ചർച്ചയല്ല അത്. ശരി, അല്ല ബിജുവിന് പറയാനുള്ളത് ബിജു പറയട്ടെ എന്ന് വെച്ചാൽ ഞാൻ വെറുതെ ബോധത്തോടു കൂടി സംസാരിക്കൂ പ്ലീസ്. മഞ്ജുഷ് എന്താ എന്റെ അടുത്ത് ചോദിച്ചെന്താ? ഞാനത് മറന്നുപോയിരുന്നു. ഷാബു, ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി മാത്രമല്ല, ഇപ്പോൾ മുഹമ്മദ് റിയാസും വിദേശത്താണ്. ഞാൻ അറിഞ്ഞിടത്തോളം KB ഗണേഷ് കുമാറും ഇപ്പോൾ വിദേശത്താണ്. ഇവരെല്ലാം ഈ ഇന്തോനേഷ്യ യാത്രയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ശരിയാണ്, അവധിക്കാലം ചെലവഴിക്കാൻ പോയതാണ്. ഈ KB ഗണേഷ് കുമാർ പോയി എന്ന് പറയുമ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് പൊരിവെയിലത്ത് ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുകാർ സമരം നടത്തുന്നത്. അത് വഴിക്ക് വെച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ആയിക്കോട്ടെ മഞ്ജുഷ, ഞാനൊരു കാര്യം, ഒരു സത്യം ഞാൻ പറയട്ടെ. എനിക്ക് ബോധ്യം ഒരു സത്യം ഞാൻ പറയട്ടെ. ഈ വിഷയത്തിൽ
ഏറ്റവും ആത്മാർത്ഥമായി ഉള്ളിലുള്ള കാര്യം അതേപോലെ പ്രതികരിച്ചിരിക്കുന്നത് ഇ.പി. ജയരാജൻ തന്നെ. ഞങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് പോകും, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യും, നിങ്ങളാരാ ചോദിക്കാൻ? ഇത് ആണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും മനസ്സിലുള്ളത്. അത് അദ്ദേഹത്തിൽ മാത്രമേ നിഷ്കളങ്കമായിട്ട് പ്രതികരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ ആയൂർ ബിജു പറഞ്ഞ പോലെ ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളൂടെ ചെന്നിട്ട് അവിടെ ഇന്തോനേഷ്യയിൽ ചെന്ന് പുതിയ ടെക്നോളജി കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇവിടുന്ന് പിണറായി വിജയൻ പോയിട്ട് വേണമല്ലോ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ, ഇങ്ങനെയുള്ള ഒരു തൊടുന്യായവും പറഞ്ഞില്ല. ഞങ്ങൾക്ക് പോകണമെന്ന് തോന്നി, ഞങ്ങൾ പോയി, ഞങ്ങൾ പറയേണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നല്ലാതെ അവരുടെ ചെലവ് നിങ്ങൾ കൊടുക്കുമോ? ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെ അവരുടെ മനസ്സിൽ. അതും അക്കാര്യത്തിൽ ഞാൻ സത്യത്തിൽ ഇ.പി. ജയരാജനെ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം യാഥാർത്ഥ്യം പച്ചയ്ക്ക് മുഖത്ത് നോക്കി പറഞ്ഞു. ശരി, ഒറ്റ കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള കാര്യം, അത് ദയവ് ചെയ്ത് ഒഴിവാക്കണം. അതല്ലായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവനും ഇന്ത്യ സഖ്യത്തിന്റെ വിജയത്തിനായിട്ട് കൈമെയ് മറന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ നിന്ന് ഓടി ഒളിച്ചു എന്ന കാര്യം ഒരു പ്രസക്തമായ ഒന്ന് തന്നെയാണ്. മറ്റുള്ള കാര്യത്തിൽ ചില സാങ്കേതിക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടെയാണ് മഞ്ജുഷ ഇത് പ്രസക്തമാവുന്നത്? എവിടെയാണ് ഇപ്പൊ മഞ്ജുഷ? അല്ല, അവരുടെ വാദമാണ് ഞാൻ പറഞ്ഞത്, അവരുടെ വാദമാണ് ഷാബു പറഞ്ഞത്. അതെ, അത് ഞാൻ ഇനി ഒരു കാര്യം പറയട്ടെ. ഈ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന ആ വാദം എവിടെയാണ് പ്രസക്തമാവുന്നത്? ആ കുറഞ്ഞ പക്ഷം ഇവരെങ്കിലും ഇത് വിശ്വസിച്ചിട്ടുണ്ടോ? മഹാഭൂരിപക്ഷം വരുന്ന LDF-കാരും ഇതിനെ ഒരു തമാശ പ്രസ്താവനയായിട്ടേ എടുത്തിട്ടുള്ളൂ. ശരി, അല്ല, വളരെ ലളിതമായിട്ടുള്ള കാര്യം ശ്രീ ആയൂർ ബിജു പറഞ്ഞത് ദേശാഭിമാനിയിൽ അതൊന്ന് വായിക്കാനായിരുന്നു. ഞാനപ്പോൾ ഈ ദേശാഭിമാനി മൊത്തത്തിൽ പരതിയപ്പോൾ അതിലൊരു ഹെഡിങ് എൻ്റെ കണ്ണിലുടക്കി. ആ ഹെഡിങ് ഇങ്ങനെയാണ്, തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്തയാണ്, അവധിക്കാലം ഹാപ്പിയാക്കാൻ ബാലസംഘം. അപ്പൊ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ അത് ഈ നമ്മുടെ ഈ ബാലസംഘം ഉണ്ടല്ലോ, ബാലസംഘത്തിന്റെ അവധിക്കാല യാത്രയും അത് ഹാപ്പിയാക്കുന്ന കാര്യത്തിനെ പറ്റിയാണ്. പക്ഷെ അതുമല്ല. അപ്പൊ ബിജു ചേട്ടാ, ദേശാഭിമാനി പോലും ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള സത്യം എന്നുള്ളതാണ് നമ്മൾ ഈ ചർച്ചയിൽ നിന്ന് തിരിച്ചറിയുന്നത്. ശരി, നന്ദി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ ആയൂർ ബിജു, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ M.K. ഹരിദാസ്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശ സന്ദർശനത്തിൽ തെറ്റുണ്ടോ? ഉണ്ടെന്ന് 73% പ്രേക്ഷകർ, ഇല്ല എന്ന് 22%, നിഷ്പക്ഷം 5%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. Prime Debate